ഡോക്ടറുടെ കാലത്ത് തന്നെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ശാഖ വളർന്ന് നാഗ്പൂർ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം? അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാഖ എന്ന് നമുക്ക് പറയാം, നാഗപ്പൂരിലെ ശാഖ. അപ്പോൾ അദ്ദേഹം 15 വർഷം മാത്രമേ അതിൽ പ്രവർത്തിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്. അപ്പോൾ ആശയത്തിനനുസരിച്ചിട്ടുള്ള ഒരു തലമുറ അവിടെ ഉയർന്നു വന്നു. അപ്പോൾ അവരൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഭൂരിപക്ഷവും. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഈ സ്വയം സേവകരോട് ഡോക്ടർജി പറഞ്ഞു, നിങ്ങൾ ഉപരിപഠനത്തിന് നാഗപ്പൂർ വിട്ടുപോകണം, മറ്റ് നഗരങ്ങളിലേക്ക് പോകണം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. യഥാർത്ഥത്തിൽ നാഗപ്പൂരിലെ കുട്ടികൾ ഉപരിപഠനത്തിന് പോയിക്കൊണ്ടാണ് RSSൻ്റെ വളർച്ചയുണ്ടായത്. അവർ ബനാറസിൽ പഠിക്കാൻ പോയി, അലഹബാദ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി, മീററ്റിൽ പഠിക്കാൻ പോയി, കാൺപൂർ പഠിക്കാൻ പോയി, പൂനെയിലേക്ക് പോയി. അങ്ങനെയാണ് ഈ സംഘത്തിൻ്റെ വ്യാപനം ഉണ്ടായത്. പിന്നീട് അത് യഥാർത്ഥത്തിൽ ഈ അന്ന് കാശി വിശ്വവിദ്യാലയത്തിൽ ഭയാജി ദാണി എന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം സംഘത്തിൻ്റെ സർസംഘാലകമായി. അവിടെ പഠിക്കാൻ പോയ ഈ ഭയാജി ദാണിയാണ് ഇന്നത്തെ അധ്യാപകനായ, നാഗപൂരുകാരനാണ്, പക്ഷേ സംഘമായിട്ടും സംഘത്തിനും അറിയില്ല, അദ്ദേഹത്തിന് സംഘത്തെ അറിയില്ല. ഈ ഭയാജി ദാണി എന്ന വിദ്യാർത്ഥിയാണ് ഗുരുജിയെ സമ്പർക്കം ചെയ്ത് സംഘശാഖയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഡോക്ടർജിയെ പരിചയപ്പെടുത്തുകയും ഡോക്ടർജി പിന്നെ അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അദ്ദേഹം ഇടയ്ക്ക് സന്യസിക്കാനായിട്ട് പോയിരുന്നു ഗുരുജി. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുസമാധിക്ക് ശേഷം അദ്ദേഹം വീണ്ടും നാഗപ്പൂരിലേക്ക് വന്നപ്പോൾ ഡോക്ടർജി അദ്ദേഹത്തിന് പെട്ടെന്ന് ചുമതലയൊക്കെ കൊടുത്ത് സംഘത്തിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്.